ഹലോ ചങ്കുകളെ, ഹായ് ചങ്കുകളെ. ഞങ്ങളേ ഒരു ഉച്ചയ്ക്കൊരു റൈഡിന് ഇറങ്ങിയേക്കാണല്ലേ. എവിടേക്കാ? അതിരപ്പള്ളി വഴി മലയാറ്റൂര് വഴി നേരെ ഞങ്ങൾ എയർപോർട്ടിൽ ഞാൻ എൻ്റെ ചങ്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എയർപോർട്ടിൽ നമ്മളൊരു സ്പോട്ട് അന്ന് കാണിച്ചു തന്നിരുന്നില്ലേ, എന്നിട്ട് കഫേടെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ കാണിച്ചു തന്നിരുന്നില്ലേ. അപ്പൊ അവിടെ നമ്മള് വിമാനമൊക്കെ പറന്നു പോണതും ഇറങ്ങണതൊക്കെ നമ്മള് പകൽ ഇത്രയ്ക്കും പറന്നു പോവില്ലടാ, ഇവര് ഭയങ്കര സ്പീഡാണ്. അപ്പൊ നമ്മള് പകൽ കാഴ്ച കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചങ്കലോട് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പകല് പോകാനായിട്ട് തീരുമാനിച്ചേക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നേരത്തെ ഇറങ്ങി, കാരണം കുറെ നാളായി അതിരപ്പള്ളിയിലൊക്കെ പോയിട്ട്. അപ്പൊ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഭയങ്കര ചൂടന്റെ ചങ്കല, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പൊ നമ്മൾ വിത്ത് ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് പോവാം അല്ലേ. ഓക്കെ, അങ്ങനെ ചങ്കളെ നമ്മൾ ഇവിടെ എത്തിയിട്ടാ, അതിരപ്പള്ളി എത്തി. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വിത്ത് ഫാമിലി ആയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മൾ ഈ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊട്ടടുത്ത് കാണാനായിട്ട് പോകുന്നത്. നമ്മളെപ്പോഴും അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, വരുന്ന വഴിക്ക് അവിടെ നിന്ന് കാണും. അതല്ലെങ്കിൽ ചാർപ്പ വെള്ളച്ചാട്ടം, അതുപോലെ വാഴച്ചാൽ, അവിടെയൊക്കെ പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പതിവ്. കാരണം ഇതിനുള്ളിൽ നമ്മൾ കയറാത്തത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, കുറേ ദൂരം ഉള്ളിലേക്ക് നടക്കണം. പിന്നെ ഇവിടെ ഈ കാണുന്നിടത്തേക്ക് നമുക്ക് പോകാൻ തൊട്ടടുത്ത് കാണാനൊക്കെ നല്ല സുഖം കേട്ടോ. കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയി കണ്ടാൽ മതി. പക്ഷേ ഏറ്റവും താഴേക്ക് പോകുമ്പോണ്ടല്ലോ ഭയങ്കര ടാസ്ക്കാണ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം ഞാൻ കഷ്ടപ്പെടുന്നത് കുത്തനെയുള്ള ഇറക്കം പോകാനായിട്ട്. കാരണം കുറേ നടന്നിട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അതിരപ്പള്ളി ഈ ഉള്ളിലേക്ക് ചെന്നിട്ട് കാണുന്നത് കേട്ടോ. അതിരപ്പള്ളിയുടെ ഹൃദയഭാഗത്തേക്ക് ചെന്നിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ കൂടി ഒരു മഴ പെയ്യാനുള്ളൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുരങ്ങന്മാരൊക്കെ ഇതേ കണ്ടേ, കുരങ്ങന്മാർ സ്വിമ്മിങ് പൂളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ കണ്ട കുടിൽ കണ്ട, എത്രയോ വർഷം പഴക്കമുള്ളൊരു കുടിലാണ്. പെരുമഴ വന്നിട്ടും വലിയ പ്രളയം വന്നിട്ട് പോലും ആ സംഭവം പൊളിഞ്ഞു പോകാതെ ഇങ്ങനെ നിൽക്കേണ്ട. അപ്പം ഇതാണ് അടുത്തത്. നമ്മൾ താഴേക്ക് പോവേണ്ട. നമ്മൾ അവിടെ ചെന്നിട്ടുള്ളത് കണ്ട് ഇനി നമ്മൾ താഴേക്ക് മെയിനായിട്ട് ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് വെള്ളം താഴേക്ക് കുത്തി വീഴുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇതേ നമ്മളവിടെ എത്തി, ഒരു കണക്കിന് നടന്ന് അവിടെ എത്തി. നടക്കാനായിട്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഇനി ഇവിടെ നമ്മൾ കയറേണ്ട കാര്യമാണ് പൊന്ന് ചങ്കകളെ. അത് ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലായിടത്ത് കുടിൽ കെട്ടി താമസിച്ചാലെന്ന് ആലോചിക്കുകയാണ്. അപ്പം അങ്ങനെ വെള്ളത്തിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നിട്ടാണ് കാണാനായിട്ട്. അടിപൊളി എൻ്റെ പൊന്ന് ചങ്കകളെ. അപ്പോഴേക്കും അലച്ചെത്തിയ മഴ, സൂപ്പർ മഴ. അപ്പൊ കണ്ട ചങ്കകൾ അതിരപ്പള്ളിയുടെ കാഴ്ചകള്. മിന്നൽ വരുന്നു ഇപ്പൊ തന്നെ, മിന്നൽ വന്നു ഇപ്പൊ തന്നെ. മിന്നൽ വന്നു, നമുക്ക് കയറി പോവാ അല്ലേ. അപ്പഴേക്ക് നിറച്ചും വെള്ളം ഇട്ട്. അപ്പൊ എല്ലാരും പോയിട്ട് അതിരപ്പള്ളി കാണാനിട്ട്. അപ്പൊ ഒക്കെ ചങ്കള് മിന്നൽ വരുന്നുണ്ട്. ഞങ്ങളിപ്പോ മഴ പെയ്തിട്ട് ഫുള്ള് മഴ കൊണ്ടൊക്കെയാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട്. എന്തോരം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അതിരപ്പള്ളി താഴത്തേക്ക് ഇറങ്ങുന്നത് കേട്ടാ. ഇല്ല, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. ഞാനിവിടെ കുത്തിനിറക്കായതുകൊണ്ട് ഭയങ്കര മടി ഇറങ്ങാനായിട്ട്. അപ്പം താഴ്വാരത്ത് വെള്ളം വീണ താഴേക്ക് വന്ന് കാണുന്നത് കുറേ നാൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പം എല്ലാവരും വായോ, ഇപ്പം നന്നായിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ട് ഇപ്പം. അപ്പോൾ പോവുകയാണ്, മിന്നൽ വരുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ പോയത് നമ്മുടെ ആ സ്ഥലത്തേക്കാണ് തന്നിട്ടും ബഷീർ എയർപോർട്ടിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് നമ്മൾ പോയത്. അപ്പം അന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പകൽ കാഴ്ച കാണിച്ചു തരാമെന്ന്. അപ്പം ഒരു സോറി നേരത്തെ കൂട്ടി പറയട്ടെ കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും രാത്രി ഇരുട്ടായി ചങ്കളെ. 7 മണി ആയപ്പോഴേക്കും അതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴേക്കുണ്ടല്ല ഇരുട്ടായിപ്പോയി ചങ്കൾ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും നമുക്ക് സാധിച്ചില്ല വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ടേക്ക് ഓഫ് കഫേയുടെ മുകളിൽ നമ്മൾ അവിടെ കയറി നമ്മൾ ഓരോ ഷെയ്ക്കൊക്കെ കുടിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന് ചങ്കകളെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി വൈബാണ് കേട്ടോ. തൊട്ടടുത്ത് കൂടി നമുക്ക് വിമാനം പറന്ന് പോണത് കാണുമ്പോഴല്ലോ നല്ല രസം അവിടെ നിന്ന് കാണാനായിട്ട്. ഇതൊക്കെ ഇപ്പോൾ പോകട്ടെ ഒരാൾ നോക്കി നിന്ന് കണ്ട എന്ത് രസമുള്ള കാഴ്ച എന്നറിയാമോ. അപ്പോൾ ഇതാണ് ചങ്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ ചങ്കളെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ചങ്കളെ, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ. പിന്നെ ഒരു കാര്യം ചങ്കളെ, ഈ ടേക്ക് ഓഫിൽ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ കേട്ടാ. Subscribe now your funniest YouTube channel Archangel.